ഹലോ ഗൈസ്, ലൈഫ് ഓൺ റെക്കോർഡിൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞതുപോലെ, എൻ്റെ ഓണം വ്ളോഗിൽ പറഞ്ഞതുപോലെ മമ്മിയും പപ്പയൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഒരുപാട് നാൾ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് അവർ ഫൈനലി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് അപ്സെറ്റ് ആയിരുന്നു കേട്ടോ. കാരണം ആദ്യമാണേലും 1.5 മാസമായിട്ടേ ഉള്ളൂ. അവർക്ക് അല്ലീനെ ആദ്യനെ മിസ് ചെയ്യാനായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം. കാരണം കണ്ടിന്യൂസ് എപ്പോഴും അവരുടെ കൂടെ തന്നെ ആയിരുന്നുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറേ ഇൻസ്ട്രക്ഷൻസും മറ്റുമൊക്കെ കിട്ടിയായിരുന്നു. വാവന്മാരെ വഴക്ക് പറയരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അതുപോലെ അല്ലിക്കും കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുരുത്തക്കേടൊന്നും കാണിക്കരുത്, ഓടരുത്, ഒരുപാട് ബഹളം വെച്ച് നടക്കരുത്, അതുപോലെ നന്നായിട്ട് സ്കൂളിൽ പോകണം. അപ്പം എത്ര ഉമ്മ കൊടുത്തിട്ടും രണ്ടുപേർക്കും മതിയാവുന്നില്ലായിരുന്നു കേട്ടോ. കാരണം ഇത്രയും നാളും ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്ന് അവരങ്ങ് നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അവർക്കും അതൊരു വിഷമം തന്നെയായിരുന്നേ. അപ്പം ഞങ്ങളങ്ങനെ ഷാർജ എയർപോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഷാർജ എയർപോർട്ടിലേക്കുള്ള റോഡ്. എത്താറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇച്ചിരി വിഷമം കൂടുതലാണ്. പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് വീഡിയോസൊന്നും ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ സമയം കിട്ടുന്നില്ല. ഇപ്പോൾ രണ്ടും കുഞ്ഞു വാവന്മാരായതുകൊണ്ട് തന്നെ പിന്നെ ഒറ്റയ്ക്കാണ് മാനേജ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും തന്നെ സമയം കിട്ടുന്നില്ല. വീഡിയോസൊക്കെ മാക്സിമം പറ്റുന്ന പോലെ എടുക്കാനൊക്കെ ശ്രമിക്കാറുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടാറില്ല. പിന്നെ മമ്മിയും പപ്പയും പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കും മക്കൾക്കുമൊക്കെ ഒരു ചെറിയ പനിയും ജലദോഷവും ന്യൂമോണിയൊക്കെ അടിച്ചു. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ വീഡിയോസൊക്കെ റെഗുലറായിട്ട് ഇടാത്തതിൻ്റെ ഒരു റീസൺ. അപ്പോൾ ദാ എയർപോർട്ടിലെത്തി അവർ. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനത്തെ മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. അല്ലി അവരുടെ അടുത്ത് ഭയങ്കര അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരു ടെൻഷനായിരുന്നു കേട്ടോ. ഇവർ പോകുമ്പോൾ ഇനി അല്ലി എങ്ങനെ ഹാൻഡിൽ ചെയ്യും, വിഷമമായിരിക്കും എന്നൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അവർ അല്ലിയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്. ഇങ്ങനെ ഞങ്ങൾ ഡിസംബറിൽ ലൈറ്റൊക്കെ ഇട്ടേക്കാം, എന്നിട്ട് ഇങ്ങോട്ട് വരാം, ഇതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അല്ലി അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ കരയുന്നതൊന്നും കണ്ടില്ല. പക്ഷേ എന്നാലും എല്ലാവരും, ഞാനടക്കം ഭയങ്കര കരച്ചില്ലായിരുന്നു ഈ പ്രാവശ്യം. അതുകൊണ്ട് തന്നെ അല്ലിക്ക് ഇങ്ങനെ എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്ത ഒരു സ്റ്റേജിലൂടെ ആയിരുന്നു അല്ലി പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ അവർക്കാണെങ്കിൽ എത്ര ഉമ്മ കൊടുത്തിട്ട് മതിയാവുന്നില്ലായിരുന്നു കേട്ടോ. മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമായിരുന്നു. പിന്നെ നമുക്കാണെങ്കിൽ ടൈം അധികം കിട്ടിയില്ല കേട്ടോ. എയർപോർട്ടിൽ നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ വേഗം തന്നെ അവർക്ക് കയറി പോകണമായിരുന്നു. അയ്യോ, പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കാനൊന്നും പറ്റുന്നൊരു സിറ്റുവേഷനൊന്നും അല്ല കേട്ടോ. പക്ഷെ കുറേ ആയിട്ട് ഡിലേ ആയിട്ട് കിടക്കുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് എന്താ പറയുന്നത്, ഇപ്പോൾ തന്നെ വോയിസ് ഓവർ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചത്. മാക്സിമം ഞാൻ കരയത്തില്ല എന്ന് ഉറപ്പിച്ചിട്ടായിരുന്നു ഞാൻ വന്നിരുന്നെങ്കിലും സമയമായപ്പോഴത്തേക്കും എനിക്കും ഭയങ്കരമായിട്ട് വിഷമം വന്നു കേട്ടോ. കാരണം അവർ രണ്ടുപേരും ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിനും ഒരുമിച്ച് ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് അവരങ്ങ് പോകുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമം വരുമല്ലോ. അപ്പോൾ അതിൻ്റേതായ സങ്കടം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പയും മമ്മിയും കരയുന്നത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായി. എന്തായാലും ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോകുന്നത്. ആദ്യക്കുട്ടൻ എന്തായാലും ഒന്നും മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അല്ലിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. എനിക്കറിയോ, കാരണം ലാസ്റ്റ് ടൈം അവർ പോയപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. 1-2 ദിവസത്തേക്ക് നല്ല മൂഡ് ഔട്ടായിരുന്നു. ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ അവൾ സ്കൂളിലൊക്കെ പോകാറായതുകൊണ്ടും സ്കൂളിൽ പോകുന്നത് കൊണ്ടും ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ അവരിതാ തിരിച്ച് എയർപോർട്ടിലേക്ക് അകത്തേക്ക് കയറി പോവാം കേട്ടോ. ചെക്ക് ഇൻ കൗണ്ടറിലേക്ക് കയറി പോവാണ്. നമുക്കപ്പോൾ ഇവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് അവരെ കാണാനായിട്ട് പറ്റില്ല കേട്ടോ. ഷാർജ എയർപോർട്ടിൽ നമുക്ക് ഇവിടം വരെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് അകത്തേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാസ് എടുത്ത് അകത്ത് കയറണം. എത്രയോ പേയ്മെൻറ്റ് എന്തോ ഉണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു എനിക്കറിയില്ല കറക്റ്റ് ഒരു ഇൻഫർമേഷൻ ആണോ എന്നറിയില്ല. പക്ഷേ ഞാൻ കേട്ടേക്കുന്നത് അങ്ങനെയാണ്. ദുബായ് എയർപോർട്ടിലാണെങ്കിൽ നമുക്ക് ഗേറ്റ്സിൻ്റെ അവിടം വരെ, നമ്മൾ ഗേറ്റിലെത്തുന്നത് വരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് കുറച്ച് മൊമെൻറ്റ്സ് ആണ്. ആദീനെ ഫസ്റ്റ് ടൈം മമ്മിയും പപ്പയും കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള കുറച്ച് മൊമെൻറ്റ്സ് ആണ്. ആദ്യം ഒരു പ്രീ ടേം ബേബി ആയിരുന്നുകൊണ്ട് തന്നെ
എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആദീനെ എല്ലാവർക്കും കാണാൻ പറ്റിയത് കേട്ടോ. അപ്പം കാണുമ്പോൾ ഉള്ള മമ്മിയുടെയും പപ്പയുടെയൊക്കെ റിയാക്ഷനാണത്. മാക്സിമം എടുക്കാൻ പറ്റുന്നത് പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അന്ന് ഈ സ്റ്റിച്ചിൻ്റെ ഒന്നും പെയിനൊന്നും മാറാത്തത് കൊണ്ടും നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ കേട്ടോ വീഡിയോ എടുത്തത്. കാരണം എനിക്ക് ഈ മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, നിർബന്ധമായിരുന്നു. കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ കാണാനൊരു രസമല്ലേ. അപ്പോൾ അല്ലിയുടെ റിയാക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ മമ്മിക്ക് ആദ്യമേ ഇങ്ങനെ കുഞ്ഞു വാവയായതുകൊണ്ട് എടുക്കാനൊക്കെ ഒരു പേടിയായിരുന്നു. കാരണം അവൻ തീരെ പൊടിയായിരുന്നു കേട്ടോ. 2 വലിയ ബ്ലാങ്കറ്റ് പോലത്തെ ടവലൊക്കെ റാപ്പ് ചെയ്തിട്ടാണ് ആദീനെ അത്രയും വലുപ്പത്തിൽ നമുക്ക് കിട്ടിയത് കേട്ടോ. തീരെ കുഞ്ഞു വാവയായിരുന്നു അവൻ. എന്തായാലും ഈ മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ കുറേ നാളൊക്കെ കഴിയുമ്പോഴാണെങ്കിലും മല്ലിക്കും ആദിക്കും ഒക്കെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ. എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ടിങ് ടിങ്. ബാക്കി അല്ലി സ്കൂളിൽ പോകുമ്പോഴുള്ള അവളുടെ റിയാക്ഷൻസും അവരുടെ റിയാക്ഷൻസും ഒക്കെ ഉള്ള വീഡിയോസാണ്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യുക. അപ്പോൾ ബൈ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മമ്മി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ലേ അമ്മച്ചിക്ക് കൊടുക്ക്, കേക്ക് കൊടുക്ക്. ഇത് തരണം അമ്മച്ചിക്ക്. കൊടുക്ക്. എനിക്ക് കേട്ടേ ഞാൻ ഇവിടെ കുറച്ചേരം ഇരിക്കുന്നു. അടിപൊളി. സൂപ്പർ സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. മിക്കായിട്ട് വരണം കേട്ടോ. പെട്ടെന്ന് വരണേ. അപ്പാപ്പയ്ക്കില്ല. ഓൾ ദി ബെസ്റ്റ്. അല്ലേ ബാഗ് ഇടുവാ. ബാഗ് ഇട്ടെന്നാ. അമ്മ വന്നൂടെ? അമ്മ വന്നൂടെ? അമ്മ വന്നൂടെ? പൊട്ടിലല്ലേ പോയത്? ആര്? പോയി. എന്തിനാ പോയേ? അല്ലേ ഇപ്പൊ വാക്കല്ലേ? വഴക്കോ? ആ അല്ല, അമ്മച്ചും പപ്പ എന്തിനാ പോയി എയർപോർട്ടില്? അല്ലി അല്ലി കഴിക്കാത്തോണ്ട്. കഴിക്കാത്തോണ്ടല്ല കേട്ടോ, ലൈറ്റ് ഇടാൻ വേണ്ടിട്ടാ പോയേട്ടോ. പക്ഷെ അല്ലെ ഫുഡൊക്കെ കഴിക്കണം നന്നായിട്ട് മെഡിക്കായിട്ട്. അപ്പൊ അവര് വീട്ടിലേക്ക് പോവില്ല. ഓക്കേ. ഓക്കെ.